ഹലോ കൂട്ടുകാരെ, ഇതാ കുറേ മീൻ കിട്ടിയിട്ടുണ്ട്. ചൂര മീൻ നല്ല വിലയുണ്ട് കേട്ടോ. 4 ചൂര 100 രൂപ. ഇത്രയും നെത്തോലി 50 രൂപ. തലയും ചാള, സൂപ്പർ തലയും ചാള, ഇത് 100 രൂപ 1/2 കിലോ. ഇനിയിപ്പോൾ ഇതിനെല്ലാം അറുത്ത് കഴുകി വൃത്തിയാക്കി പൊരിക്കണം, കറി വയ്ക്കണം. അപ്പം ഞാൻ എല്ലാം അറുത്ത് കഴുകി വരട്ടെ. ചക്ക ഇട്ടിട്ടുണ്ട്, ചക്ക വാങ്ങി, ചീര വാങ്ങി, കത്തിരിക്കയും വഴുതനങ്ങയും വാങ്ങി. അങ്ങനെ ഇന്ന് ചന്തയിൽ പോയി ഇതെല്ലാം വാങ്ങിക്കൊണ്ടുവന്നില്ല. നല്ല വിലയുണ്ട്. 4 ചൂര 100 രൂപയുള്ളൂ. പച്ചരി കണക്കത്തെ ചൂര നല്ല വില വെച്ചിട്ടുണ്ട്. നെത്തോലി പോലെ മണി കണക്കത്തെ നെത്തോലി 50 രൂപയുള്ളൂ. അത്ര നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ. ചന്തയിലെല്ലാം മീനിനെ ചാള ഒക്കെ ഒടിയൻ ചാള, തലയും ചാള. അങ്ങനെ നമ്മൾ മീനെല്ലാം കണ്ടിച്ചെടുത്തു. ഒരു നെത്തോലി കണ്ടിച്ചു, ഇത് ചൂര, ഇത് ചാളമീൻ, ചാള. അരപ്പെല്ലാം പുരട്ടി വെച്ചൊക്കെയാണ് പൊരിക്കാൻ. എല്ലാം പൊരിക്കാൻ വേണ്ടി അരപ്പ് പുരട്ടി വെച്ചേക്കുന്നത്. ഇത് ചാളമീൻ്റെ പരു, ഇതതിൻ്റെ തല. ചാളമീൻ്റെ തലയും പരും കൂടെ ഇട്ട് നമുക്കത് പറ്റിച്ച് വയ്ക്കാമേ. ചൂര ഇന്ന് വയ്ക്കുന്നില്ല. ചൂര നമ്മൾ ഈ പാത്രത്തിലോട്ട് അരിയിട്ടു. നല്ലോണം കഴുകിയിട്ടില്ല കേട്ടോ. കഴുകാത്തത് വെള്ളം ഒഴിച്ച് വയ്ക്കണമുണ്ടല്ലോ. ഇനി നമ്മൾ ഐസ് ഇട്ടിട്ട് കറി വയ്ക്കാൻ സമയത്ത് നല്ലപോലെ കഴുകും. വെള്ളം ഒഴിക്കാം. ഒഴിക്കാം. ഫ്രിഡ്ജിനകത്ത് വയ്ക്കേ. ചോറ് വെന്തു, അതിനെ ഊറ്റിയെടുക്കണം. ചക്ക താഴ്ത്തിയിരുന്ന് വെന്ത് വറ്റി, അതിനെ ഇനി ഇളക്കണം. ഹലോ, നമുക്കങ്ങനെ ഈ ചട്ടിയിൽ മീൻ്റെ മുട്ടയും തലയും ഇട്ട് ശകലം മല്ലിപ്പൊടി, ശകലം മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ശകലം ഉപ്പ് കൂടെ ഇട്ട് നന്നായിട്ട് വേവിച്ചേക്ക്. അടുപ്പിൽ വെച്ച് വെള്ളം കൂടെ ഒഴിക്കാമേ. തീ കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിന് വെന്ത് വറ്റുമ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വറ്റിച്ചെടുത്താൽ നല്ല സൂപ്പറാണ് ചക്ക. തന്നെ ശകലം കരിവേപ്പില കൂടെ ഇടാം. ഇങ്ങനെ മീൻ അരയ്ക്കാൻ വേണ്ടി തേങ്ങ തിരി വെച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞിടുന്നത്. നെത്തോലി മീനാണ് കറി വയ്ക്കുന്നത്. പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി,
2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഇടുന്നത്. ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത്. ഗ്രൈൻഡറിലോട്ട് ഇടണേ. ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പം അമ്മിയിൽ അരയ്ക്കുന്ന അതേ രുചിയായിരിക്കും ഗ്രൈൻഡറിൽ അരച്ച് മീൻ കറി വയ്ക്കുമ്പോൾ. അങ്ങനെ ഓണാക്കി അരച്ചിട്ട് ഇങ്ങനെ ചരിച്ചാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. കഴുകി പോവാം. അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ തലയും പരുവും വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി അത് വെളിച്ചെണ്ണയിൽ കുറച്ച് നേരം കൂടെ കിടന്ന് വറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള പരുവും തലയും വറ്റിച്ചത്. ചക്ക പിന്നെ സൂപ്പറാണേ. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും വെച്ച് നോക്കണേ. എളുപ്പത്തിൽ വെക്കാന്നുള്ളതേ ഉള്ളൂ. നിങ്ങളെല്ലാം ഇങ്ങനെ വെക്കാറുണ്ടോ? നമ്മൾ മീൻ വെക്കാൻ പോവണേ. അരപ്പ് നന്നായിട്ട് കലക്കി ചട്ടിയിൽ കരിവേപ്പില ഇട്ടിട്ടുണ്ടേ. ചട്ടിയിലോട്ട് ഒഴിക്കും. പിന്നെ പുളിവെള്ളം, വാളംപുളിയാണ് അതിനൊഴിച്ച് വാളംപുളി വെള്ളം. പിന്നെ മുരിങ്ങയ്ക്ക, തക്കാളി, ഉണ്ടമുളകാണ്, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. സാധാരണ ഉലുവ പൊടിച്ചതാണ് ഇടുന്നത്. അപ്പോൾ ഉലുവ പൊടിച്ചതില്ല നോക്കിയപ്പോൾ പച്ച ഉലുവ ഇട്ട് കൊടുക്കാം. പച്ച ഉലുവ ഇട്ടാലും മതി, പൊടിച്ചിട്ടാൽ മതി. പച്ച ഉലുവ ഇട്ടാലും മതി. ഇപ്പോൾ പച്ചക്കല്ലേ നമ്മൾ തേങ്ങ അരച്ചല്ലേ വയ്ക്കണം. കുറച്ച് വെള്ളം ഒഴിക്കണം. ഇനി നമുക്ക് അടുപ്പിൽ വയ്ക്കാം. അങ്ങനെ അടുപ്പിൽ വെച്ച് തീ കത്തിച്ചു. ഇരുന്ന് തിളച്ചിട്ട് മീനിട്ട് കൊടുക്കാം. അടപ്പും കൂടെ അടച്ചു കൊടുക്കാം. അതിന് തിളക്കിയിട്ട് അങ്ങനെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീൻ വാരിയിട്ട് കൊടുക്കാം. ശരിക്കും നല്ല 50 രൂപയ്ക്ക് നല്ല ശരിക്കുണ്ട് കറി. ഞാൻ വാരിയിട്ട് കൊടുക്കേ. നെത്തോലിക്കറി നല്ല സൂപ്പർ കറിയാണ്. നെത്തോലി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതവിടെ ഇരുന്ന് വറ്റട്ടെ. തിളച്ച് ഇതാ ഇവിടെ പച്ച വഴുതനങ്ങ ഉണ്ടല്ലോ, വഴുതനങ്ങ മെഴുക്ക് പുരട്ടാൻ വെച്ചിരിക്കുക. തേങ്ങയൊക്കെ ഇട്ടാണ് മെഴുക്ക് പുരട്ടുന്നത്. അത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ശേഷം ഉള്ളിയും ഈ കത്തിരിക്കല്ല വഴുതനങ്ങയും കൂടെ ഇട്ട് തേങ്ങയും കൂടെ ഇട്ടാണ് വെള്ളം ഒഴിക്കാതെ വറ്റിച്ചെടുക്കുക. ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. കുമ്പിള് മെഴുക്ക് പുരട്ടൂലേ, അതേ ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഇനി മീൻ പൊരിക്കാതിരിക്കണം. ഇനി മീനും കൂടെ പൊരിക്കണം. മെഴുക്ക് പുരട്ടി റെഡിയായി.
മീൻ പൊരിക്കാൻ വെച്ചിരിക്കുന്നു. സൂപ്പർ ചാള പൊരിച്ചാൽ സൂപ്പറാണ്. കറി ഇവിടെ തിളച്ച് വറ്റായി വരുന്നത്. തിളക്കുന്നത് അങ്ങനെ നമുക്ക് മീൻ മറിച്ചിടാം. ഞായറാഴ്ച ദിവസം എല്ലാവർക്കും സ്പെഷ്യലായിരിക്കും അല്ലേ. എല്ലാവരും വീടുകളിൽ നിൽക്കുന്ന ദിവസമായതുകൊണ്ട്, മക്കളും എല്ലാവരും വീടുകളിൽ നിൽക്കുന്ന ദിവസമായതുകൊണ്ട് ഒന്നെല്ലാം വേവിക്കാനൊക്കെ എല്ലാവർക്കും ഉത്സാഹമായിരിക്കും. നമുക്കിവിടെ ഞായറാഴ്ചയും ബുധനാഴ്ചയും ചന്ത ദിവസം. അപ്പം എല്ലാവരും ഞായറാഴ്ചയും ബുധനാഴ്ചയും ചന്തകളിൽ പോവും, സാധനങ്ങളൊക്കെ വാങ്ങിക്കും, വേവിക്കും. ഒക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. സ്പെഷ്യലൊക്കെ കാണും. മിക്ക ദിവസങ്ങളിൽ ഞായറാഴ്ച ദിവസം ഇവിടെ ഈ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ മട്ടൻ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു മീനിലൊതുക്കാം. മട്ടൻ അങ്ങനെ വാങ്ങിക്കാറില്ല ഇവിടെ. മോക്കത് അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് മട്ടനോട് വലിയ താല്പര്യമില്ല. എനിക്ക് ബീഫാണ് ഇഷ്ടം. പക്ഷെ മോക്കാണെങ്കിൽ ചിക്കനാണ് ഇഷ്ടം. അതുകൊണ്ട് കൂടുതലും ബീഫും ചിക്കനും ഒക്കെ തന്നെ, ചിക്കൻ തന്നെയാണ് കൂടുതലും വാങ്ങിക്കാറ്. അപ്പോൾ ഇന്ന് മീനാവട്ടെ എന്ന് കരുതി. അങ്ങനെ മീൻ കറി പറ്റിയിട്ടുണ്ട്. ഒരു കറിയായിട്ട് വയ്ക്കും. അത് ഒരു ദിവസം മീൻ കറി വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കൂട്ടും. ആൾ കുറവായതുകൊണ്ട് മീൻ കറി കാണും. അതുകൊണ്ട് കുറച്ച് കറിയായിട്ട് വയ്ക്കും. നല്ല കുറുകിയിട്ടുണ്ട് കറി. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല നാടൻ തേങ്ങ അരച്ച് വെച്ച നെത്തോലിക്കറി, നെത്തോലി മീൻ അങ്ങനെയൊക്കെ ഒഴിച്ച് മുരിങ്ങയ്ക്കയും തക്കാളിക്കയും ഉണ്ടമുളകും കരിവേപ്പിലയും എല്ലാം ഇട്ട നല്ല അടിപൊളി നെത്തോലി മീൻ കറി. കുറച്ച് നേരം കൂടെ കിടക്കട്ടെ. തീ കുറച്ച് വെച്ചെടുക്കാം. മീനിവിടെ പൊരിഞ്ഞ് ഇല്ല, നല്ല റെഡിയായി പൊടുപൊടാ പൊട്ടുന്നുണ്ട്. അങ്ങനെ മീൻകറി നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇറക്കാറാകുമ്പോൾ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ കറിക്ക് കുറച്ചിടുക നല്ലതാണ്. കരിവേപ്പില ഇട്ട് അങ്ങ് അടച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്ന അങ്ങനെ നമുക്ക് തീ കുറച്ച് വെച്ച് കഴിഞ്ഞ് തീ അങ്ങ് ഓഫാക്കാം. മീൻ പൊരിച്ച് കഴിഞ്ഞു. തിട്ടുകളെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി, ഗ്യാസിൻ്റെ കുറവ് എല്ലാം തുടച്ച് വൃത്തിയാക്കി. ഇപ്പോൾ നമുക്കിന്ന് ഉച്ച ഊണിന് എന്തൊക്കെ ഞങ്ങൾ വെച്ചെന്ന് നോക്കാം. ചോറ്, ചക്ക ഉടച്ച് വെച്ചത്, വഴുതനങ്ങ മെഴുക്ക് പുരട്ടി, മീൻ കറി, മീൻ പൊരിച്ചത്, തലയും പഴവും കൂടെ വറ്റിച്ചത്. ഇത്രയാണ് നമ്മളുടെ ഉച്ചയ്ക്കുള്ള ഊണ്. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് പറയണേ. സ്പെഷ്യൽ ഇന്ന് എൻ്റെ വീട്ടിൽ ഇതൊക്കെയാണ് സ്പെഷ്യൽ. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.